ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോവൽ കൃഷിയുടെ വിളവെടുപ്പാണ്. കോവൽ നമ്മൾ നട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ സമയത്ത് വിളവെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കായ്കളൊക്കെ കേടായി പോകും. അപ്പോൾ അത് സമയത്തിന് നമ്മൾ വിളവെടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട്. അതുകൂടാതെ നമ്മൾ കോവൽ ചെടി വളർത്തിയിട്ടുള്ളത് ടെറസിന് മുകളിലാണ്. ടെറസിന് മുകളിൽ ഒരു പന്തലിട്ട് അതിലേക്കാണ് ഈ കോവൽ വളർത്തിയിട്ടുള്ളത്. ഈ കോവൽ ചെടിയുടെ ചുവട് വശം നമുക്ക് മണ്ണിലാണ്, നിലത്താണ് നട്ടു കൊടുത്തിട്ടുള്ളത്. പാകമായതും അല്ലാത്തതുമായിട്ടുള്ള കോവൽ ആണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് പച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാകം ആവുന്നതിന് മുന്നേ തന്നെ പറിച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തോരൻ വയ്ക്കാനും ഒക്കെ നമുക്ക് കോവൽ ഉപയോഗിക്കാം. അപ്പോൾ കോവൽ വളരെ ഈസിയായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു വിള കൂടിയാണ്. നമ്മൾ ഏതൊരു പച്ചക്കറി വിളവെടുത്താലും നമ്മൾ കുറച്ച് ചെറിയൊരു എഫേർട്ട് എടുത്ത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു കൃഷി ആണ് ഈ കോവൽ എന്ന് പറയുന്നത്. കോവൽ കൃഷിക്ക് അത്യാവശ്യം വേണ്ടത് നല്ല വെയിലാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് അത്യാവശ്യം വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വലുപ്പത്തിൽ കായ്കൾ വളർന്നു കിട്ടും. അതേപോലെ നല്ല ഇനത്തിലുള്ള ചെടികൾ വാങ്ങി നട്ടു കൊടുത്താൽ മതി. ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ മൂപ്പത്തിയ കായ്കൾ വിത്ത് ശേഖരിച്ച് അത് മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് കോവൽ പറിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് പൊട്ടിച്ച് നോക്കിയാൽ അറിയാം, മൂപ്പ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോവലുകൾ ഒരു ചുവപ്പ് നിറത്തിലേക്ക് മാറും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കോവൽ വിളവെടുത്ത് അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, കോവൽ ഇതേപോലെ 3-4 പ്രാവശ്യം നമുക്ക് ഈ ഒരു വിളവെടുപ്പ് എടുക്കാനുണ്ടാവും. ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കലോ പെട്ടെന്ന് തന്നെ കോവൽ വിളഞ്ഞു വരികയും ചെയ്യും. നമുക്ക് വിളവെടുക്കാനും സാധിക്കും. ഈ ചെടി നമ്മൾ നട്ട് ചുവടുവശം കാണിച്ചു തരാം. അതുകൂടാതെ നമുക്ക് കുറച്ച് വളപ്രയോഗം ചെയ്യാനുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വള്ളികളാണ് കാണുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത വള്ളികൾ വീണ്ടും ഇതേപോലെ പൂക്കൾ തരും. 1 പ്രാവശ്യം 2 പ്രാവശ്യം നല്ല കട്ട് ചെയ്ത് കുറേ പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്ത് പുതിയ തൈകൾ വള്ളികൾ വന്ന് ഇതേപോലെ കായ്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏകദേശം 1 മാസം കഴിയുന്നതോടെ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിയും. ആ സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വള്ളികളൊക്കെ ഒന്നുകൂടി മുറിച്ച് മാറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ പടർന്ന് നമുക്ക് വിളവ് തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് കോവൽ പറിച്ചെടുത്തിട്ടുണ്ട്. കോവൽ നമുക്ക് ഒരു തവണ പിടിച്ച് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വള്ളിയിൽ നമുക്ക് 5-6 വർഷം വരെ നമുക്ക് കായ്ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. നല്ല കോവൽ വള്ളികളൊക്കെ ആണെങ്കിൽ നിറയെ കായ്കൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമുക്ക് പന്തലിട്ട് കൊടുത്താൽ മതി. അപ്പം കോവൽ ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.